ഇപ്പോൾ അതായത് ഒരു കുറച്ച് ഭാഗങ്ങൾ മണ്ണെടുത്തു. അതിനുശേഷം വീണ്ടും ഇനി ഇതേ യന്ത്രം ഉപയോഗിച്ച് വീണ്ടും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തും. എന്നിട്ട് അതിൽ നിന്നുള്ള സിഗ്നൽ കൂടി അനുസരിച്ചായിരിക്കും അടുത്ത ഘട്ടത്തിലുള്ള ഒരു തിരച്ചിലുണ്ടാവുക. ഇപ്പോൾ തന്നെ ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന തുടരുകയാണ്. റഡാർ ഉപയോഗിച്ച് വീണ്ടും പരിശോധന നടത്തും. ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ ഒരു 5 മീറ്റർ റേഡിയസിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ സിഗ്നൽ കിട്ടിയതിന്റെ 5 മീറ്റർ റേഡിയസിൽ ഒരു മനുഷ്യൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഒന്നുകൂടി കുറച്ച് മണ്ണെടുത്തിരുന്നു. ഇനി ഒന്നുകൂടി റഡാർ വെച്ച് പരിശോധന നടത്തും. ഇപ്പോൾ ലഭിച്ചത് ബ്ലൂ സിഗ്നലാണ്. അതായത് ബ്ലൂ സിഗ്നൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ശ്വാസം ഉണ്ട് എന്നുള്ളതാണ്, ബ്രീത്ത് ഉണ്ടെന്നുള്ളതാണ്. അതിന് സാധ്യതയും ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഈ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ കിച്ചന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വീണപ്പോൾ അവിടെ ഒരു എയർ ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലൂടെ വേണമെങ്കിൽ ഒരു പക്ഷേ സാധ്യതകളാണ് പറയുന്നത്, ഉറപ്പല്ല, ഒരിക്കലും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല, സാധ്യതകൾ മാത്രമാണ്. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ആ കെട്ടിടത്തിൽ ആ കിച്ചണിൽ ഒരു എയർ ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾക്കൊരു പക്ഷേ ശ്വസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് അയാളുടെ അതിജീവനം സാധ്യമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി പറയുകയാണ്. ഒരു പക്ഷേ ബ്രീത്ത് കാണിച്ചു എന്നുള്ളത് മനുഷ്യന്റെ തന്നെ ആകണമെന്നുമില്ല, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും അതിലുണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും റഡാർ പരിശോധന ഒന്നുകൂടി നടത്തും. അതിനുശേഷമായിരിക്കും വീണ്ടും അവിടെ തന്നെ പരിശോധന നടത്തുക. ഇതൊരു മനുഷ്യൻ അല്ലെങ്കിൽ ബ്രീത്ത് ഈ സിഗ്നൽ ലഭിച്ചത് കൊണ്ട് തന്നെ അതിൽ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സൂക്ഷ്മമായി മാത്രമേ അവിടുത്തെ മണ്ണ് നീക്കി പരിശോധനകൾ നടത്താൻ കഴിയൂ. അതിനുള്ള ക്രമീകരണങ്ങൾ അതിന്റെ 5 മീറ്റർ പരിധിയിലൊക്കെ തന്നെ ഇപ്പോൾ ആർമിയും അതോടൊപ്പം തന്നെ മറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ അദ്ദേഹം പറയുന്ന അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അവിടെ ശ്വാസമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. പിന്നെന്തുകൊണ്ടാണ് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന തരത്തിലൊരു സംശയം ഉണ്ടാകുന്നത്? പിന്നെന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ഈ സിഗ്നലുകൾ അത് നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ അദ്ദേഹം വൈറ്റിൽ പറഞ്ഞത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം. അതായത് സാധാരണ രീതിയിൽ ശ്വാസം ഉണ്ടെങ്കിൽ അതിന്റെ സിഗ്നലായിട്ടാണ് ബ്ലൂ സിഗ്നൽ വരാറ്. അത്തരത്തിലൊരു സിഗ്നൽ വന്നു, അല്ലാത്ത അനുഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കാൻ പൂർണ്ണമായും കഴിയില്ല. പക്ഷെ സാധ്യതകളാണ് പറയുന്നത്. അതാണ് വൈറ്റിലും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം ആണ്. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്നത്. നമുക്ക് ഇനി അതൊരു പക്ഷേ മനുഷ്യരാണെന്നും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ മറ്റ് മൃഗങ്ങളാണെങ്കിലും ഈ രീതിയിൽ തന്നെയുള്ള ശ്വാസോച്ഛ്വാസത്തിന്റെ അടയാളങ്ങൾ കാണിക്കാം. അതിന്റെ സിഗ്നലുകളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വന്ന സിഗ്നലുകളുമായിരിക്കാം. അപ്പോൾ അതിലൊരു പൂർണ്ണ സ്ഥിരീകരണം നമുക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത ഈ 4 പകലുകൾ കഴിഞ്ഞ സംഭവം ഉണ്ടായിട്ട് അപ്പോഴും നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഏറ്റവും പോസിറ്റീവായി നിൽക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ കാലാവസ്ഥ, ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് അനുകൂലമാണ്. പക്ഷേ അധികം നേരം ഈ ഒരു സാഹചര്യത്തിൽ അറിയാം ഇരുട്ടാകുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ വീണ്ടും സൈനികരും അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും ഒക്കെ കൂടി ചേർന്ന് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയാണ്.